ഹലോ മൈ ഡിയർ സി ആസ്പിറൻസ്. നമ്മൾ തമ്മിൽ കണ്ട പോലെ SA 240 ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. SA 240 ലൈക്ക് കുറച്ച് സംഭവം ലൈക്ക് ഫ്രോഡ് എന്താണെന്നും ഫ്രോഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിൽ ഫ്രോഡ് ഉണ്ടാക്കാം, നത്തിങ് ബട്ട് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതുപോലെ തന്നെ മിസ് അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ് വഴി ഫ്രോഡ് ഉണ്ടാക്കാം. ഈ രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. പിന്നെ ഫ്രോഡിന്റെ റിസ്ക് ഫാക്ടർ പറഞ്ഞാൽ ഇൻസെന്റീവ് പ്രഷർ റാഷണലൈസേഷൻ ആണ്. അപ്പൊ ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിൽ ഇൻസെന്റീവ് പ്രഷർ റാഷണലൈസേഷനും അതുപോലെ തന്നെ മിസ് അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റിൽ ഇൻസെന്റീവ് പ്രഷർ റാഷണലൈസേഷനും ഈ ഒരു ആസ്പെക്റ്റിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യേണ്ടാവുക. അപ്പോ ഈ റാഷണലൈസേഷൻ എന്താണ്, ആറ്റിറ്റ്യൂഡ് എന്താണ്, അതൊക്കെ ഇതിനൊക്കെ ക്ലിയർ അർത്ഥം അല്ലെങ്കിൽ ലൈക്ക് അതിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് പഠിക്കുമ്പോൾ നമ്മൾ ഏതൊരു സാധനം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലൈനായിട്ട് എന്താണ് അതിന്റെ അർത്ഥം എന്താന്ന് ലൈക്ക് നമുക്ക് കുറച്ച് അറിഞ്ഞിട്ട് ആ സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ആ കോൺസെപ്റ്റ് നേരം വരെ അറിയാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു വിശ്വാസം. ലൈക്ക് നമുക്ക് ക്ലാസ്സിൽ പോയേക്കാം, എന്നിട്ട് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് SA 240 കുറിച്ചിട്ടുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണ് ഇതിന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയണട്ടാ. അപ്പൊ ഇത് ലൈക്ക് ഞാൻ എൻ്റെ ഫൈനൽ നോട്ട്സിന്റെ നോട്ടാണ്. നത്തിങ് ബട്ട് സിമിലർ ടു സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ്. ബട്ട് കുറച്ചും കൂടിയും ബ്രീഫ് ആക്കിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെന്റൻസ് ആണ്. എന്നാൽ സെയിം സ്റ്റഡി മെറ്റീരിയലത്തെ മീനിങ് കിട്ടുന്ന രീതിയിലുള്ള സെന്റൻസ് ആണ്. ലൈക്ക് നിങ്ങൾക്ക് നോക്കാം, അത് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഫസ്റ്റത്തെ ഒരു ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ജനറൽ ഓഡിറ്റിംഗ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള ചാപ്റ്റർ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രാം ആണ്. ഈ SA 240 ഒരു കുറച്ച് ഭാഗമാണ് ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞെന്താന്ന് നോക്കാം. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ജനറലി ചാപ്റ്ററിനെ കുറിച്ചിട്ട് പറഞ്ഞാണ്. നമുക്ക് ആദ്യം SA 240 സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ SA 240 ഇത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. SA 240 ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് റിലേറ്റിംഗ് ടു ഫ്രോഡ് ഇൻ ആൻ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നമ്മളൊരു ഓഡിറ്റർ, നമ്മൾ ഭാവിയിൽ CA പാസ്സാണ്, ഓഡിറ്റ് ചെയ്യാനാണ്. ഓഡിറ്റ് ചെയ്യാന്നല്ല, ലൈക്ക് മെയിൻ വർക്ക് ഓഡിറ്റ് ആയിരിക്കും. അപ്പോ അത് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്രോഡ് എന്നുള്ള ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു ആസ്പെക്ട് ഉണ്ടായേക്കാം. ചിലപ്പോ മാനേജ്മെന്റ് ഇന്റൻഷ്യൽ ചിലപ്പോൾ എക്സ്പെൻസ് കൂട്ടി കാട്ടിയേക്കാം. ഷെയർ ഹോൾഡേഴ്സിനെ ഫ്രോഡ് ലൈക്ക് ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബാങ്കിനെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈക്ക് പ്രോഫിറ്റ് കൂട്ടിയാലേ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുള്ളൂ പറഞ്ഞു. അപ്പൊ ബാങ്കിനെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ലോൺ എടുക്കാൻ വേണ്ടി ചിലപ്പോൾ എക്സ്പെൻസ് കുറച്ച് കാട്ടിയിട്ട് പ്രോഫിറ്റ് കൂട്ടി കാട്ടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രോഡിനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫ്രോഡിന്റെ ആസ്പെക്റ്റിനെ കുറിച്ചിട്ട് എന്താണ് ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി, ഓഡിറ്ററിന്റെ ബാധ്യത, ചുമതല, അതാണ് ഈ SA 240 ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറയുന്നുണ്ട്. അത് അവിടെ ഇപ്പൊ നിൽക്കട്ടെ. നമുക്ക് ഇതിലോട്ട് വരാം. എന്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓഡിറ്റർ ഇൻ അക്കോർഡൻസ് വിത്ത് SA 240? എന്താണ് ഒബ്ജക്റ്റീവ്സ് SA 240 പ്രകാരം? ഐഡന്റിഫൈ ആൻഡ് അസസ് റിസ്ക് ഓഫ് മെറ്റീരിയൽ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡ്യൂ ടു ഫ്രോഡ്. നമുക്കറിയാം, റിസ്ക് ഓഫ് ഒരു മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മിസ്സ്റ്റേറ്റ്മെന്റ് രണ്ട് രീതിയിൽ ഉണ്ടാവാം. ഒന്നെങ്കിൽ എറർ, മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയില്ല, ലൈക്ക് ഒരു തെറ്റ്, ലൈക്ക് നമ്മൾ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം ഏത് എമൗണ്ട് പ്രസന്റേഷൻ ഡിസ്ക്ലോസ് ക്ലാസിഫിക്കേഷൻ ആണോ വരേണ്ടിയിരുന്നതും, അല്ലെങ്കിൽ റിപ്പോർട്ടഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാട്ടിയിട്ടുള്ള എമൗണ്ട് ഏതാണ്, ഇത് തമ്മിൽ ഡിഫറൻസ് ആണ് മിസ്സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാല്. ലൈക്ക് അപ്പൊ ഒരു ഡെപ്റ്റർ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം 10 lakhs ആണ് കാണിക്കേണ്ടത് എന്നുള്ളതെന്ന് വിചാരിക്കാം. പക്ഷെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ 8 lakhs ആണ് കാട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഡിഫറൻസ് 2 lakh ആണ് മിസ്സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഈ 2 lakh മിസ്സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒന്നെങ്കിൽ എറർ വഴി ഉണ്ടാവാം, അല്ലെങ്കിൽ ഫ്രോഡ് വഴി ഉണ്ടാവാം. ലൈക്ക് എറർ ചെയ്താൽ നമ്മൾ അറിയാതെ പറ്റിപ്പോയത് അൺഇന്റൻഷനല്, ഫ്രോഡ് പറഞ്ഞാൽ ഇന്റൻഷനല്. സിമ്പിൾ ആണ്. അപ്പൊ അങ്ങനത്തെ ഫ്രോഡ് വഴിയുള്ള മിസ്സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ റിസ്ക് മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള സംഭവങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാതെ ഇവാലുവേറ്റ് ചെയ്യാം. അതാണ് ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ്. പിന്നെ നമ്മൾ ഇൻ കേസ് ഏതൊരു റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യുക. എന്ത്, ഇത് ക്ലിയർലി ഫ്രോഡ് തന്നെയാണോ, ഈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് അവിടെ അർത്ഥമുള്ളൂ. അപ്പൊ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ശരിക്കും അവിടെ ഉണ്ടോ, അതിന് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യുക. റെസ്പോണ്ട് അപ്രോപ്രിയേറ്റ്ലി ടു ഐഡന്റിഫൈഡ് ആൻഡ് സസ്പെക്ടഡ് ഫ്രോഡ്. ആ സസ്പെക്ട് ചെയ്ത ഫ്രോഡോ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത ഫ്രോഡോ, ചിലപ്പോൾ ഫ്രോഡ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫ്രോഡ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. എന്തായാലും അത് മാനേജ്മെന്റിനോട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്കറിയാലോ 143 പ്രകാരം മണിക്കൂറിന് മേലുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ്, അതിന് താഴെയാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടർ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്, അല്ലെ ഓഡിറ്റ് കമ്മിറ്റി അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല്. പിന്നെ ടൈപ്സ് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ മിസ്സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം എറർ വഴി ഉണ്ടാവാം, ഫ്രോഡ് വഴി ഉണ്ടാവാം. പക്ഷെ ഈ ഫ്രോഡ് രണ്ട് രീതിയിലും ഉണ്ടാവാന്നാ പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ ഫ്രോഡ്ലന്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫ്രോഡ് കാണിക്കുക, അതാണ് ഫ്രോഡ്ലന്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാല്.
രണ്ടാമത്തെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ്. ഇപ്പൊ ലൈക്ക് അസറ്റ് സ്റ്റീൽ ചെയ്യുക, തെഫ്റ്റ്, അതൊക്കെയാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ് പറയുന്നത്. അപ്പോൾ ടു ടൈപ്പ് ഓഫ് ഇന്റൻഷണൽ മിസ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ടു ടൈപ്പ് ഓഫ് ഇന്റൻഷണൽ മിസ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അതിങ്ങോട്ട് ഫ്രോഡ് തന്നെയാണ്. ടു ടൈപ്പ് ഓഫ് ഫ്രോഡ് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേറ്റ്മെന്റ് റിസൾട്ടിങ് ഫ്രം ഫോറിൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, മിസ്റ്റേറ്റ്മെന്റ് റിസൾട്ടിംഗ് ഫ്രം misappropriation of asset. Fraud due to fraudulent financial reporting and misappropriation of asset involves incentive or pressure, perceived opportunity to commit fraud, or rationalization of fraudulent act. ഇനി നമ്മൾ ഈ ഇതിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഇൻസെന്റീവ്, പെർസീവ് ഓപ്പർച്യൂണിറ്റി, റാഷണലൈസേഷൻ, അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റിന്റെ പെർസ്പെക്റ്റീവിൽ ഇൻസെന്റീവ്, പ്രഷർ, പെർസീവ് ഓപ്പർച്യൂണിറ്റി, റാഷണലൈസേഷൻ, ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇൻസെന്റീവ് പ്രഷർ, അല്ലെങ്കിൽ എന്താണ് ഓപ്പർച്യൂണിറ്റി, എന്താണ് റാഷണലൈസേഷൻ? ഇതുണ്ടല്ലോ ഒരു സൈക്കോളജിക്കൽ പരമായിട്ടെന്നല്ല, എന്നാലും ഒരു ഒരു ആസ്പെക്റ്റുകൾ പറയാണ്. ഇപ്പൊ ഇപ്പൊ ഞാനൊരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഫ്രോഡ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഒരു പെർട്ടിക്കുലർ സാധനം വല്ല മ്യൂസിയത്തിന് അടിച്ചു മാറ്റി, അതിന് ആകെ 10 രൂപ കിട്ടുള്ളൂ, എനിക്ക് 10 രൂപ, വെറും 10 രൂപ കിട്ടുള്ളൂ, എനിക്ക് നഷ്ടമാണ്. അപ്പൊ ഞാൻ ആ സാധനം അടിച്ചു മാറ്റുമോ? ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ കമ്പനി, ഇതിപ്പോ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ ഒരു ഇൻസെന്റീവ്, അല്ലെങ്കിൽ ഒരു ഇൻകം, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഫ്രോഡ് നടത്തുക. എനിക്കൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്ന സ്ഥിതിയിലാണ് ഫ്രോഡ് നടത്തുക. അതാണ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞാല്. ഇപ്പൊ ഒരു ഇൻസെന്റീവ് എനിക്ക് ഉണ്ടായിരിക്കണം ഒരു ഫ്രോഡ് നടത്താൻ, അല്ലെങ്കിൽ ഒരു പ്രഷർ ഉണ്ടായിരിക്കണം. പ്രഷർ പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാൻ കമ്പനി CFO ആണ്, അവിടുത്തെ ടോപ്പ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ ദോസ് ചാർജ് വിത്ത് ഗവർണൻസ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് പറയണേ എനിക്ക് എന്തൊക്കെ ചെയ്താൽ അറിയേണ്ട, അടുത്ത കൊല്ലം 10 ലക്ഷം സെയിൽസ് അച്ചീവ് ചെയ്തിരിക്കണം, 10 ലക്ഷം സെയിൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ നിനക്ക് ബോണസ് തരാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് വിചാരിക്കും. അപ്പോ ഈ CFO ആലോചിക്കുന്നത് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിന് അതിന് മാത്രം വലിയ ഡിമാൻഡ് ഒന്നും ഇല്ലാത്ത സാധനമാണ്, എന്നിട്ട് ഈ ടോപ്പ് മാനേജ്മെന്റിലുള്ള ആൾ എന്നോട് 10 ലക്ഷം അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞാല് എങ്ങനെയാണ്? എനിക്ക് അൺറിയലൈസ്, അല്ലെങ്കിൽ എക്സ്പെക്ട് പോലും ചെയ്യാൻ പറ്റാത്ത എമൗണ്ട് ആണ് ആൾ പറയുന്നത്. ഒബ്വിയസ്ലി അങ്ങനെ പ്രഷർ വരുമ്പോഴും ഞാൻ ചിലപ്പോ എന്താ വല്ല ഫ്രോഡ് നടത്താൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ ബുക്സിൽ മാനിപ്പുലേറ്റ് ചെയ്യും സെയിൽസിന്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് സെയിൽസ് ഉണ്ടാക്കി കാട്ടും. എന്നിട്ട് ചിലപ്പോ ഇയാളുടെ ഫേക്ക് സെയിൽ കൂട്ടിയതിന്റെ ബേസിൽ ഇയാൾ ചിലപ്പോൾ ബോണസ് തരും. അപ്പൊ ബോണസ് തന്നതിന് ശേഷം ഞാൻ ചിലപ്പോൾ കമ്പനിയിൽ നിന്ന് രാജിവിട്ട് പോകും. അപ്പൊ അവിടെ ഒരു പ്രഷർ, അപ്പൊ ഒന്നെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ ഇൻസെന്റീവ് ഉണ്ടായിരിക്കും ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ പെർസീവ്ഡ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഒരു 10,000 രൂപ ഒരു ബിസിനസ്സിൽ ടേബിളിന്റെ മേലെയാണ് അതിന്റെ ഓണർ എപ്പോഴും വെക്കുന്നത്, ലോക്കറിലൊന്നും കൂട്ടി വെക്കണില്ല. അപ്പൊ ടേബിളിന്റെ മേലെ എപ്പോഴും ഇങ്ങനെ വെച്ച് പോകും, സെയിൽ നടന്നതിന്റെ എമൗണ്ട് എപ്പോഴും ടേബിളിന്റെ മേലെ ഓപ്പൺ ആയിട്ട് വെച്ച് പോകും. അപ്പൊ ആർക്കും വേണമെങ്കിലും അത് എടുത്ത് പോവാം. അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റി ആണ് വരുന്ന ഒരു മോണോന് എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഓപ്പർച്യൂണിറ്റി ടു കമ്മിറ്റ് ഫ്രോഡ് എന്ന് പറഞ്ഞത്. പിന്നെ റാഷണലൈസേഷൻ ഓർ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഫ്രോഡുലന്റ് ആക്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ്. ലൈക്ക് നമ്മള് ചിലരോട് പറയില്ലേ, നീ എന്ത് വലിയ തെറ്റാണ് ചെയ്തത്, അപ്പൊ മറ്റവൻ പറയും എന്ത് അത് വലിയ ഇത്ര വലിയ തെറ്റൊന്നുമല്ല, ഇതിപ്പോ ഇത്ര സാധാ സംഭവം ഒന്നല്ല. ലൈക്ക് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കും. ചില ഫ്രോഡ് നടത്തിയാൽ ഫ്രോഡ് നടത്തിയത് പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഇതിപ്പോ എന്താ ഫ്രോഡ്, ചെറിയ സംഭവം അല്ലേ. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കും ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത. അപ്പൊ ഫ്രോഡ് എങ്ങനെയൊക്കെ കമ്മിറ്റ് ചെയ്യാം, അതിന്റെ ഒക്കെ ഒരു 3 ആംഗിളാണ് ഇതിൽ പറയണത്, ഈ 3 പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്താ ഉദ്ദേശിച്ചത്, റാഷണലൈസേഷൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒന്ന് മനസ്സിലായി വിചാരിക്കുന്നത്, ഇപ്പൊ ജസ്റ്റിഫൈ ചെയ്യണത്. ഫ്രോഡ് നടത്തിയ പോലെ ആള് ജസ്റ്റിഫൈ ചെയ്യണം, ആ ഒരു ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡാണ് ആൾക്കുള്ളത്. അതാണ് റാഷണലൈസേഷൻ ഓഫ് ഫ്രോഡുലന്റ് പറഞ്ഞാൽ സാധൂകരിക്കുക. നമ്മള് സാധാരണ പോലെ കാണാം ഫ്രോഡ് ചെയ്ത ആക്ടിനെ. അതാണ് റാഷണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടിയിലോട്ട് പോകാം, അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻസെന്റീവ് ഓർ പ്രഷർ ടു കമ്മിറ്റ് ഫ്രോഡ്. ആദ്യം ഇത് ജനറലി ആട്ടെ ഈ 3 പോയിന്റിനെ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ ഫ്രോഡ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റിന്റെ പെർസ്പെക്റ്റീവിലെല്ലാം ജനറലി ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇൻസെന്റീവ് ഓർ പ്രഷർ ടു കമ്മിറ്റ് ഫ്രോഡ്. ഇൻസെന്റീവ് ഓർ പ്രഷർ ടു കമ്മിറ്റ് ഫ്രോഡ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. സോറി, ഇത് ഫ്രോഡ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിന്റെ ബേസിലായിട്ടാ പറയണത്. ഇൻസെന്റീവ് ഓർ പ്രഷർ ടു കമ്മിറ്റ് ഫ്രോഡ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫ്രോഡ് ചെയ്യുക. അത് ഞാൻ ഈ വീഡിയോയിലും പറയില്ല കേട്ടോ, ഫ്രോഡ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുള്ളൂ. അപ്പൊ ഇൻസെന്റീവ് ഓർ പ്രഷർ ടു കമ്മിറ്റ് ഫ്രോഡുലന്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ക്യാൻ അറൈസ് when മാനേജ്മെന്റ് ഫേസസ് പ്രഷർ. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ടോപ്പ് മാനേജ്മെന്റ് ആണ് ഓണർ, ടോപ്പ് മാനേജ്മെന്റ് CFOടോ അല്ലെങ്കിൽ കമ്പനി മാനേജ് ചെയ്യണ ആളാരോ അതാണ് മാനേജ്മെന്റ്. അതിപ്പോ ഓണർ തന്നെ ആയിരിക്കണം എന്നില്ല മാനേജ് ചെയ്യുന്നത്. ചിലപ്പോ ഓണർക്ക് വേറെ കുറെ ബിസിനസ് ഉള്ളതുകൊണ്ട് വേറെ ആൾ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോ ഓണർ തന്നെ ആയിരിക്കും മാനേജ് ചെയ്യുന്നത്. അതൊക്കെ ഓരോ സിറ്റുവേഷനിൽ മാറി മാറി ഇരിക്കും. അപ്പൊ
നിങ്ങൾ എപ്പോഴും മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാനേജ്മെന്റിന്റെ ലെവൽ മാറ്റണം. അപ്പൊ ഇതിലൊരു മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ടോപ്പ് മാനേജ്മെന്റിൽ നിന്ന് പ്രഷർ ഉണ്ട്. അപ്പൊ അങ്ങനെ പ്രഷർ ചെയ്യുമ്പോൾ അയാൾ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഐദർ ഫ്രം വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ എന്റിറ്റി. ലൈക്ക് വിത്തിൻ ഓർ ഔട്ട്സൈഡ് പറഞ്ഞാൽ ചിലപ്പോൾ ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കാം സെയിൽ കൂട്ടണം പറയുക, അല്ലെങ്കിൽ ചിലപ്പോൾ ബാങ്ക് ആയിരിക്കാം സെയിൽ കൂട്ടിയാലാണ്, സെയിൽ കൂടുതലാണെങ്കിൽ ലോൺ തരലോ പറയുകയാണെങ്കിൽ അത് ബാങ്കിന്റെ സൈഡിൽ നിന്നുള്ള ഒരു പ്രഷറാണ് ഇൻഡയറക്ട്ലി. ടു മീറ്റ് എക്സ്പെക്ടഡ് ഓർ അൺറിയലിസ്റ്റിക് ഏർണിംഗ് ടാർജറ്റ്സ് കഴിഞ്ഞാല് 2 ലക്ഷം രൂപയാണ് ഏറിപ്പോയ സെയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ടോപ്പ് മാനേജ്മെന്റ് പറയുന്നത് 10 ലക്ഷം രൂപ സെയിൽ ഉണ്ടാക്കണമെന്ന്. അതാണ് അൺറിയലിസ്റ്റിക് ആണല്ലോ. അതാണ് ദ കോൺസിക്വൻസ് ഓഫ് നോട്ട് മീറ്റിംഗ് ദീസ് ഫിനാൻഷ്യൽ ഗോൾസ് ക്യാൻ ബി സിഗ്നിഫിക്കന്റ് ഫോർ മാനേജ്മെന്റ്. ഈ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്തില്ലാതെ ചിലപ്പോൾ അവരുടെ പണി പോവുക അങ്ങനെയൊക്കെ ആയിരിക്കും. ലൈക് CFOടെ അപ്പൊ ഒബ്വിയസ്ലി അവർക്ക് സിഗ്നിഫിക്കന്റ് ആയിരിക്കും. ഇതിപ്പോ ഫ്രോഡ് ആൻഡ് ഫിനാൻസ് റിപ്പോർട്ടിംഗ് ആസ്പെക്ട് പറഞ്ഞു. സിമിലർലി ഇൻഡിവിജ്വൽസ് മേ മിസ്അപ്രോപ്രിയേറ്റ് അസറ്റ് ഇഫ് ദേ ആർ സ്പെൻഡിങ് മോർ മണി ദാൻ ദേ ഏൺ. ഇപ്പൊ നമ്മൾക്ക് അറിയാം, ഇപ്പൊ നമ്മള് ആർട്ടിക്കൽ ഷിപ്പിനെ ആയാൽ പോലും ലൈക്ക് നിങ്ങള് ആർട്ടിക്കൽ ഷിപ്പിനെ ആയാൽ പോലും ചിലരൊക്കെ ഉണ്ടാവും വാഷ്റൂമിൽ സാനിറ്റൈസേഴ്സ് ഒക്കെ വളരെ അധികം ഉപയോഗിക്കുന്നുണ്ട് കൊറോണ സമയത്ത്. നമുക്ക് ഏതായാലും 1500 രൂപ അല്ലേ കിട്ടണുള്ളൂ സ്റ്റൈഫൻഡ് ആയിട്ട്. അപ്പൊ അന്നത്തെ എന്താ സാനിറ്റൈസർ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കുറച്ച് അധികം ഉപയോഗിച്ചേക്കാം. ഏതായാലും 1500 രൂപ അല്ലേ സ്റ്റൈഫൻഡ് കിട്ടണുള്ളൂ. അപ്പൊ ക്ലയന്റിന്റെ അവിടെ പോകുമ്പോൾ ഫുഡ് ഇത്തിരി കൂടുതൽ, റീഇംബേഴ്സ്മെന്റ് കൂടുതൽ ചെയ്യാം. അപ്പൊ നത്തിങ് ബട്ട് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അത് എപ്പോഴാണ് എന്തുകൊണ്ടാണ് നടക്കുന്നത്? നമുക്ക് ഏൺ ചെയ്യുന്നതിന് നമ്മൾ നമുക്ക് ചെലവിനെക്കാട്ടിയും കുറവാണ് വരുമാനം വരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് നമുക്കൊരു ഫിനാൻഷ്യൽ പ്രഷർ അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻഷ്യൽ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻഷ്യൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് നമ്മൾ എന്താണ് ഈ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ് നടത്തുക. ഇനി പെർസീവ്ഡ് ഓപ്പർച്യൂണിറ്റിയിൽ പറഞ്ഞ എന്താ? പെർസീവ്ഡ് ഓപ്പർച്യൂണിറ്റി ടു കമ്മിറ്റ് എ ഫ്രോഡ് മേ എക്സിസ്റ്റ് വെൻ ആൻ ഇൻഡിവിജ്വൽ ബിലീവ്സ് ഇന്റർണൽ കൺട്രോൾ ക്യാൻ ബി ഓവർറിഡൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കമ്പനിയിൽ പ്രത്യേകിച്ച് സ്ട്രോങ് ഇന്റർണൽ കൺട്രോൾ ഒന്നും ഇല്ല, ആർക്ക് വേണമെങ്കിലും ഫ്രോഡ് നടത്താം. അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ? ബിക്കോസ് ദ ഇൻഡിവിജ്വൽ ഈസ് ഇൻ എ പൊസിഷൻ ഓഫ് ട്രസ്റ്റ് ഓർ ഹാസ് എ നോളജ് ഓഫ് സ്പെസിഫിക് ഡെഫിഷ്യൻസീസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ കമ്പനിയിലെ മാനേജ്മെന്റ് ഇപ്പൊ റിലയൻസ് പോലെയുള്ള സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ട്. ഇപ്പൊ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അതിന്റെ ഓണറുകളും നല്ല വന്നിരിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ മാനേജ്മെന്റ് CFO CEO ഒക്കെ ആയിരിക്കാം. അപ്പൊ അയാള് എന്ന് പറഞ്ഞാല് അവിടെ ഉള്ള സ്റ്റാഫിനെ കാട്ടി ഇത്തിരി പൊസിഷൻ ട്രസ്റ്റ് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ഇത്തിരി സ്ട്രോങ് പവർ ഉള്ള ആളായിരിക്കും. അപ്പൊ ആ സൂപ്പർ മാർക്കറ്റിൽ എന്ത് സാധനം എടുത്ത് പുറത്ത് പോയാലും സെക്യൂരിറ്റി ചെക്ക് ചെയ്യാനോ നിൽക്കത്തൊന്നുമില്ല. അപ്പൊ ഇൻഡയറക്ട്ലി അയാൾ ഓവർ റൈഡ് ചെയ്യണം ഇന്റർണൽ കൺട്രോളിലെ. ഒരു സാധനം പേയ്മെന്റ് കൊടുക്കാതെ പുറത്തു പോകാൻ പാടില്ല. പക്ഷെ ആള് CFO ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ സ്റ്റോറിലെ ടോപ്പ് പൊസിഷൻ ആയതുകൊണ്ട് ആ ആളുടെ പൊസിഷൻ ഓഫ് ട്രസ്റ്റ് വെച്ചിട്ട് ആരും ചോദ്യം ചെയ്യില്ല. അപ്പൊ അയാൾ അത് ഉപയോഗം ചെയ്യേണ്ട, ദുരുപയോഗം ചെയ്യുന്ന ആളുടെ പവർ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇന്റർണൽ കൺട്രോൾ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് അറിയുന്ന ആള് അത് ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ഫ്രോഡ് നടത്താം. അപ്പൊ അത് ആൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇൻഡിവിജ്വൽ മേ റാഷണലൈസ് ഓർ ജസ്റ്റിഫൈ കമ്മിറ്റിംഗ് എ ഫ്രോഡ്. സാധൂകരിക്കുക, ഇതൊക്കെ ഇത്ര വലിയ ഫ്രോഡാണോ, ഞാൻ ഇത്ര വലിയ തെറ്റൊന്നുമല്ലല്ലോ ചെയ്ത്, ആ ആ ഒരു ആറ്റിറ്റ്യൂഡ്. Some individual possess attitude, character, or ethical values that enable them to intentionally commit dishonest act. ലൈക്ക് നമ്മൾ പറയില്ലേ, ഒരു ഗുണ്ടായിസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെന്ത് തെറ്റ് ചെയ്താലും അവർക്ക് തെറ്റായിട്ട് തോന്നില്ല. ആ ഒരു ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആൾക്കാർ. അത് അല്ലാതെ നല്ല മനുഷ്യന്മാര് എന്താണ് ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാം ഇഫ് ദേ ആർ ഇമ്പോസ്ഡ് ബൈ സഫിഷ്യന്റ് പ്രഷർ. ഏത് നല്ലവനെയും സാഹചര്യങ്ങളാണ് ചീത്തവനാക്കും പറയില്ല, ആ സെയിം സാധനം. ഹൗ ഫ്രോഡ്ലന്റ് ഫിനാൻസ് റിപ്പോർട്ടിംഗ് മേ കോസ് ബൈ. ഇപ്പൊ നമ്മൾ ഇത്ര കുറെ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷനിൽ ഫ്രോഡ് കാണിക്കാം. ഇനി എങ്ങനെയൊക്കെയാണ് അത് കാണിക്കാന്ന് ചോദിക്കുന്നത്? നത്തിങ് ബട്ട് മാനിപ്പുലേറ്റിംഗ്, ഫാൾസിഫൈങ്, അൾട്ടറിങ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഓർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് മാനിപ്പുലേറ്റ് ആയി പോകുമല്ലോ. കാരണം ഇതിന്റെ ബേസിലാണ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. മിസ്റെപ്രസെന്റിംഗ് ഓർ ഇന്റൻഷനലി ഒമിറ്റിംഗ് സിഗ്നിഫിക്കന്റ് ഇവന്റ് ട്രാൻസാക്ഷൻ ഇവന്റ്സ്. ഇന്റൻഷനലി ലൈക്ക് സിമ്പിൾ ആണ്, ഞാൻ പറയുന്നില്ല. ഫ്രോഡ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് often involves management overriding controls. In case എക്സാമിന് ചോദിക്കുകയാണ് ഹൗ ലൈക്ക് ഷോ സം വേസ് ടു മാനിപ്പുലേറ്റ് ഓർ ടു കമ്മിറ്റ് ഫ്രോഡ് ഇൻ ഫ്രോഡ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ആണ് എഴുതാൻ. പക്ഷെ എക്സാം ചോദിക്കുകയാണ് ഷോ സം വേസ് ഓർ എക്സാമ്പിൾസ് വിത്ത് റെസ്പെക്ട് ടു മാനിപ്പുലേറ്റിംഗ് ഫ്രോഡ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ബൈ മാനേജ്മെന്റ് ഓവർറൈഡിംഗ് കൺട്രോൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് പറഞ്ഞിട്ട് എഴുതാന്. അത് അപ്പൊ ആ ഒരു ഓരോ ലൈനായിട്ടും ഏത് ആംഗിളിലാണ് മനസ്സിലാക്കേണ്ടത് ആ ആംഗിളിൽ മനസ്സിലാക്കിയിട്ട് പഠിച്ചാലാണ് എക്സാമിന് നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ചിലര് പറയും നമ്മള് എഴുതിയ മാർക്ക് കിട്ടിയിട്ടില്ല എന്ന്. 90% നമ്മൾ എഴുതി തെറ്റായിട്ടായിരിക്കും നമുക്ക് കിട്ടാതിരിക്കാന്. കാരണം ഒന്നാമത് ഒരിക്കലും എന്താണ് ഇത്ര പേര് പാസ്സാക്കാൻ പാടുള്ളൂ പറഞ്ഞിട്ട് ICA പാസ്സാക്കാതിരിക്കില്ല. കാരണം എനിക്കും ഓഡിറ്റിങ്ങിന് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടാണ് ഞാൻ പാസ്സായിട്ടുള്ളത്. ഞാൻ പേപ്പർ ഇവാലുവേറ്റ്
ലൈക്ക് ഞാൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഓഡിറ്റിങ്ങിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഭയങ്കര വീക്ക് ആയിരുന്നു. അപ്പൊ ഒരു ഗ്രേസ് മാർക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. ഞാൻ ഞെട്ടിപ്പോയി, അയ്യോ ഇത്ര, കാരണം എനിക്ക് ഒന്നാമത് ബാക്കിയുള്ള പേപ്പറിൽ എക്സംഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇതില് തോറ്റാല് ബാക്കിയുള്ളത് പോകുന്നുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. അപ്പൊ ആ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവര് നിങ്ങള് ഒരു പേപ്പറിൽ തോപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ എഴുതിനെ എന്തായാലും കിട്ടുന്നതാണ് മിക്ക ഹൈ ചാൻസ് അങ്ങനെയാണ്. റയർ കേസസ് ചിലപ്പോൾ വേറെ രീതിയിൽ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഓരോന്നും എന്താണ് ചോദിക്കുന്നത് അതിന്റെ ഉത്തരം വേണം എഴുതാന്. ഇപ്പൊ ഇതിന്റെ ചോദ്യമാണ് എക്സാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉത്തരം ഈ ഉത്തരം എഴുതി കഴിഞ്ഞാല് മാർക്ക് ചിലപ്പോൾ വിചാരിച്ച പോലെ കിട്ടിക്കൊള്ളുന്നില്ല. ഇതും സിമ്പിൾ ആണ്. എൻഗേജിങ് ഇൻ കോംപ്ലക്സ് ആൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താണ് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് എൻ്റർ ചെയ്യുക. അപ്പൊ കുറെ ബിൽസ് റേസ് ചെയ്യുക, കുറെ റിട്ടേൺ വരിക. ചില കോംപ്ലക്സ് ആക്കുന്നത് ആ ഫ്രോഡ് ചിലപ്പോൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ആ ഫ്രോഡ് പ്രൊട്ടക്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ലൈക്ക് അതൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞില്ല. അത് വായിച്ച മനസ്സിലാവുന്നതുകൊണ്ടാണ്. ഇൻ കേസ് നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കാവുന്നതാണ്. ഈ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റിന്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. എംബെസലിംഗ് റെസിപ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് മിസ്അപ്രോപ്രിയേറ്റിംഗ് കളക്ഷൻ ഓൺ അക്കൗണ്ട്സ് റിസീവബിൾ ഓർ ഡൈവേർട്ടിംഗ് റെസിപ്റ്റ്സ് ഫ്രം റിട്ടേൺ ഓഫ് അക്കൗണ്ട്സ് ടു പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കമ്പനിയിൽ ടോപ്പ് മാനേജ്മെന്റ് ഒരു പെർട്ടിക്കുലർ രാജു എന്നുള്ള ഒരു ഡെപ്റ്റർ എന്നാണ് കുറെ ആളുടെ നിന്ന് ചോദിച്ചു ചോദിച്ചു ആളുടെ നിന്ന് കിട്ടില്ല. പിന്നെ ആൾ ഇൻസോൾവെന്റ് ആയി എന്ന് വിചാരിക്കുക. അപ്പൊ ആളുടെ അക്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്തു. എന്നിട്ട് പിന്നീട് രാജു പിന്നീട് എങ്ങനെയൊക്കെ പൈസ കിട്ടിയിട്ട് രാജു CFO-നായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അപ്പൊ CFO പറയാണ്, എന്നാ എന്റെ കയ്യിൽ തന്നോ, ഞാൻ കമ്പനിക്ക് കൊടുത്തോളാം എന്ന് പറയാണ്. അപ്പൊ CFO പറയുന്നത് കമ്പനിയുടെ ഓണർ ആയിക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓണർ ആവാതിരിക്കാം. ഇത്തിരി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാള് CFO ആവാന്നേ ഉള്ളൂ. അത് ടോപ്പ് മാനേജ്മെന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. ചിലപ്പോൾ വിശ്വസനീയമായ ആൾക്കാരൊക്കെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ ഈ രാജു എമൗണ്ട് കൊടുക്കുന്ന CFO ഇത് CFOയുടെ പോക്കറ്റിൽ എടുത്തു വെക്കും. കാരണം CFOക്ക് എന്താ, കമ്പനിയിൽ ഓൾറെഡി റിട്ടേൺ ഓഫ് ആയിട്ടുള്ള അക്കൗണ്ട് ആണ് രാജുവിന്റെ. മാത്രല്ല രാജു ഇപ്പൊ എന്തായാലും ടോപ്പ് മാനേജ്മെന്റിനോട് ചെന്ന് പറയാൻ പോവില്ല എന്ന് CFOക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതാണ് ഡൈവേർട്ട് ടു പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് ഉദ്ദേശിച്ചത്. രാജുവിന്റെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റി. അല്ലെങ്കിൽ സ്റ്റീലിംഗ് ഫിസിക്കൽ അസറ്റ്, അല്ലെങ്കിൽ സിമ്പിൾ ആണ് പേഴ്സണൽ യൂസ്. ഇതൊക്കെ മിസ്അപ്രോപ്രിയേഷൻ അസറ്റിന്റെ എക്സാമ്പിൾ ആണ്. ഹൂസ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി, ഒബ്വിയസ്ലി മാനേജ്മെന്റ് തന്നെയാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി. പറഞ്ഞാൽ ഓഡിറ്ററിന്റെ അല്ല. ഓഡിറ്റർക്ക് ഒരു കമ്പനിയിൽ ഫ്രോഡ് നടത്താതിരിക്കാനുള്ള ഇന്റർണൽ കൺട്രോൾ സെറ്റപ്പ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വം ഒന്നുമില്ല. ഫ്രോഡ് ലൈക്ക് ഫ്രോഡിന്റെ ഒരു ഫ്രോഡ് ഉണ്ട് എന്നൊരു എന്താ പറയുക, ഫ്രോഡ് ഉണ്ടാവാൻ സാധ്യത ഓഡിറ്റർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അല്ലാതെ ഫ്രോഡ് ഇത് ഇന്ന ആളാണ് ഫ്രോഡ് നടത്തിയത്, അപ്പൊ ഇയാൾക്ക് ഇന്നതാണ് ശിക്ഷ, അങ്ങനെ ലീഗൽ ഡിറ്റർമിനേഷൻ നടത്താനുള്ള പവർ ഒന്നും ഓഡിറ്റർക്കില്ല. ഓഡിറ്റർക്ക് എന്താ, ഫ്രോഡിന് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഏരിയാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഫ്രോഡ് എന്താന്ന് ഡിസ്കവർ ചെയ്യുക, എന്നിട്ട് അത് സെൻട്രൽ ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യുക. അല്ലാതെ എവിടെയൊക്കെ ഫ്രോഡ് ഉണ്ട് എന്നുള്ള രീതി ഒരു ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിലല്ല ഓഡിറ്റർ ചെയ്യുന്നത്. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്ന് ആദ്യം ഓഡിറ്റർ ഐഡന്റിഫൈ ചെയ്യും. അത് എറർ ആണോ ഫ്രോഡ് ആണോ എന്ന് ഓഡിറ്റർ നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യാനും ചെയ്യാം. അല്ലാതെ ലീഗൽ ഡിറ്റർമിനേഷനൊന്നും ഓഡിറ്റർക്ക് അതിനവിടെ പവർ ഇല്ല. അപ്പൊ ഒരു ഫ്രോഡിന്റെ കുറിച്ചിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓഡിറ്റർക്ക് ഫ്രോഡ് ആരെ കണ്ടുപിടിച്ച് അയാളെ പിടിച്ചിട്ട് ലീഗലി എന്താണ് ആൾക്ക് ശിക്ഷ അങ്ങനെ വിധിക്കാനുള്ള പവർ ഒന്നുമില്ല. ജസ്റ്റ് റിപ്പോർട്ടിംഗ് പവർ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഫ്രോഡ് കമ്പനിയിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മാനേജ്മെന്റ് നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, അപ്പൊ അത് സെൻട്രൽ ഗവൺമെന്റിനോട് റിപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് സെൻട്രൽ ഗവൺമെന്റ് 1 crore അബവ് ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എന്താണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ എന്താ വെച്ചാൽ അപ്പോയിന്റ് ചെയ്തിട്ട് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിന്റെ ബേസിസിലാണ് ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ തീരുമാനം കോടതി അല്ലെങ്കിൽ കോർട്ട് എന്താ വെച്ചാല് പുറപ്പെടുവിക്കുക. ഇപ്പൊ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ വിത്ത് റെസ്പെക്ട് ടു ഫ്രോഡ് എന്താന്ന് നോക്കാം. വിത്ത് റെസ്പെക്ട് ടു ഫ്രോഡ്, ആൻ ഓഡിറ്റർ മസ്റ്റ് ഒബ്റ്റെയിൻ റീസണബിൾ അഷുറൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. എറർ കൊണ്ട് ഫ്രോഡ് കൊണ്ട് എന്തുകൊണ്ട് ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഫ്രീ ആണോ ഇല്ലേ എന്ന് ഓഡിറ്റർ എൻഷുർ ചെയ്യണം. അതാണ് മെയിൻ ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി പറഞ്ഞാല്. Despite a well-ordered plan, some misstatement may undetected due to inherent limitation. നമ്മൾ എത്ര വലിയ രീതിയിലാണ് ഓഡിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചില മിസ്റ്റേറ്റ്മെന്റ് ഡിറ്റക്ട് ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ എറർ കൊണ്ടുള്ള മിസ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രോഡ് കൊണ്ടുള്ള മിസ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം. Detecting fraud is particularly challenging because it often involves sophisticated schemes and collusion. Obviously, ഫ്രോഡ് ഒരാൾ നടത്തുമ്പോൾ ഇത് ഓഡിറ്റർ വരാൻ പോണല്ലോ, ഓഡിറ്റർ ഡിറ്റക്ട് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലല്ല ഫ്രോഡ് നടത്തുക. അത് ആരും കാണരുത്. ഒരുപാട് പേര് കൊള്യൂഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. ചിലപ്പോൾ CFOയും ടോപ്പ് മാനേജ്മെന്റും എല്ലാരും കൂടി കൊള്യൂഡ് ചെയ്തിട്ടാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് മാനിപ്പുലേറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓഡിറ്റർക്ക് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം CFOയോട് സംസാരിക്കുമ്പോഴും
ടോപ്പ് മാനേജ്മെന്റ് സംസാരിക്കുമ്പോഴും അവർക്ക് ഈ ഫ്രോഡ് ഉണ്ട് എന്ന് ഓൾറെഡി അറിയാൻ ബുക്സിൽ. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും അവർ ഓഡിറ്ററോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ ദ റിസ്ക് ഓഫ് നോട്ട് ഡിറ്റക്ടിങ് എ മിസ്സ്റ്റേറ്റ്മെന്റ് റിസൾട്ടിങ് ഫ്രം ഫ്രോഡ് ഈസ് ഹയർ ദാൻ ദ ദ റിസ്ക് ഈസ് നോട്ട് ഡിറ്റക്ടിങ് വൺ റിസൾട്ടിങ് ഫ്രം എറർ. ലൈക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. മാനേജ്മെന്റ് ഫ്രോഡ് ഈസ് ഹാർഡർ ഒബ്വിയസ്ലി, കാരണം അവർക്ക് അത് ഓവർ റൈഡിങ് പവേഴ്സ് ഉണ്ടാവും. ഓഡിറ്റർ ഷുഡ് മെയിൻ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്ന് വെച്ചാൽ ഒരു അലേർട്ട് മൈൻഡ് എപ്പോഴും ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം. കീപ്പിംഗ് ഇൻ മൈൻഡ് ദാറ്റ് പ്രൊസീജിയേഴ്സ് എഫക്റ്റീവ് ഫോർ ഡിറ്റക്ടിങ് എറേഴ്സ് മേ നോട്ട് ബി എഫക്റ്റീവ് ഫോർ ഡിറ്റക്ടിങ് ഫ്രോഡ്. ബിക്കോസ് ഫ്രോഡ് എപ്പോഴും കൺസീൽ ചെയ്യുന്ന മറച്ചു വെക്കാനുള്ള സ്റ്റെപ്സും കൂടി ചെയ്തിട്ടായിരിക്കും ഫ്രോഡ് കമ്മിറ്റ് ചെയ്ത ആള് ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുക. പക്ഷെ എറർ പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പൊ എറർ പറഞ്ഞാൽ ഞാൻ പോലും അറിയാതെ ഉണ്ടാവുന്നതാണ് എറർ. ഒബ്വിയസ്ലി അത് മറച്ചു വെക്കാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓഡിറ്റേഴ്സ് എബിലിറ്റി ടു ഡിറ്റക്ടിങ് ഫ്രോഡ്. അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആട്ടാ. അപ്പൊ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എഫക്ട്? ബാക്കി ഇമ്പോർട്ടന്റ് ഒന്നും അല്ലാന്നല്ല, ബട്ട് ലൈക്ക് ഇത് എനിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നി. ലൈക്ക് ഇപ്പൊ എനിക്ക് ആ ഒരു ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഫ്രോഡ് ഞാൻ കണ്ടുപിടിക്കും എന്നുള്ളത് എന്തിന്റെ ബേസിസിൽ, എന്തൊക്കെ ഫാക്ടറിന്റെ ബേസിസിലാന്നാ പറയണത്. ഒന്നാമത് ഒരു കള്ളന് ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാൻ ആ കള്ളന്റെ കഴിവ് പോലെ ഇരിക്കും. നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണ് സാർ കള്ളം വളരെ, അല്ലെങ്കിൽ കൊലപാതകി വളരെ സ്കിൽഫുൾ ആണ്, ഒരു ഫിംഗർ പ്രിന്റ് പോലും ലീവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ആളോട്ട് എത്തിപ്പെടാനുള്ള ഒരു ക്ലൂ പോലും ലീവ് ചെയ്തിട്ടില്ല. നമുക്ക് സിനിമയിലൊക്കെ ഇഷ്ടമാകുന്നില്ല. അതുപോലെ തന്നെ സ്കിൽഫുൾനെസ് ഓഫ് പ്രിപ്പറേറ്റർ ഓർ അത് കമ്മിറ്റ് ചെയ്ത ആള്, ഫ്രീക്വൻസി ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് മാനിപ്പുലേഷൻ, ഡിഗ്രി ഓഫ് കൊലൂഷൻ. സിമ്പിൾ ആണ്, അത് ഞാൻ കൂടുതൽ പറയണില്ല. ഫ്രോഡ് റിസ്ക് പാറ്റേൺ നമ്മൾ മേലെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. പ്രഷർ, ഇൻസെന്റീവ്, ഓപ്പർച്യൂണിറ്റി. ഇനി അത് ഓരോ ഫ്രോഡ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പെർസ്പെക്റ്റീവ് ഈ മൂന്നെണ്ണത്തിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. മേലെയും ഡിസ്കസ് ചെയ്ത് തന്നെ, പക്ഷെ എന്നാൽ ജനറൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇൻസെന്റീവ് ഓർ പ്രഷർ. അപ്പൊ എപ്പോഴൊക്കെയാണ് ഒരു ഇൻസെന്റീവ് അല്ലെങ്കിൽ പ്രഷർ മാനേജ്മെന്റ് ഉണ്ടാവുക? അപ്പൊ കുറച്ച് എക്സാമ്പിളോട് പറയുന്നുണ്ട്. ഇപ്പൊ ഹൈ കോമ്പറ്റീഷൻ ഓർ മാർക്കറ്റ് സാച്ചുറേഷൻ വിത്ത് ഡിക്ലൈനിങ് മാർജിൻ ഓർ ഹൈ വൾണറബിലിറ്റി ടു റാപ്പിഡ് ചേഞ്ചസ് ലൈക്ക് ടെക്നോളജി ഓർ ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പൊ ഇവിടെയൊക്കെ പറയുന്നത്, ഈ പറയുന്ന എക്സാമ്പിളിലൊക്കെ പ്രോഫിറ്റ് കുറയാന് അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാവാനുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന എക്സാമ്പിളിലൊക്കെ. അപ്പൊ ഒബ്വിയസ്ലി ചിലപ്പോൾ വല്ല തേർഡ് പാർട്ടിയുടെ ഇപ്പൊ ഈ അനലിസ്റ്റ്, ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഈ ബാങ്കേഴ്സ് പോലുള്ള ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ ഒന്നും ചിലപ്പോൾ ഈ കമ്പനിക്ക് മീറ്റ് ചെയ്താൽ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പൊ ഹൈ കോമ്പറ്റീഷൻ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമർ ഒക്കെ എന്താണ് നമ്മളെ വിട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഹൈ കോമ്പറ്റീഷൻ, വേറെ നമ്മളെക്കാട്ടി നല്ല പ്രൊഡക്റ്റ് വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സെയിൽസ് കുറയാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറയാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ചിലപ്പോൾ ലോൺ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മള് എന്താ ചിലപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട് മാനിപ്പുലേറ്റ് ചെയ്തേക്കാം. അപ്പൊ അവിടെ ഒരു പ്രഷർ വരികയാണ്. എന്താണ് ഇത്? കാരണം ലാഭം കുറയുമ്പോൾ ആ ലാഭം കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ടോപ്പ് മാനേജ്മെന്റിലേക്ക് പ്രഷർ വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ടോപ്പ് മാനേജ്മെന്റിലേക്ക് ഇൻസെന്റീവ് പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ ലാഭം കൂട്ടണമെങ്കിൽ 50,000 രൂപ ബോണസ് തരാം. അപ്പോൾ ആ ഇൻസെന്റീവ് ഒപ്റ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മാനേജ്മെന്റ് ഈ പ്രഷർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ അടിയിൽ നിൽക്കുന്ന ആള് ബുക്സ് ഓഫ് അക്കൗണ്ട് ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്തേക്കാം, ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ് ഏർണിങ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായി എന്ന് വിചാരിക്കണു. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പൊ എക്സസീവ് പ്രഷർ എക്സിസ്റ്റ് ഫോർ എപ്പോഴാണ് ഒരു മാനേജ്മെന്റ് എക്സസീവ് പ്രഷർ എക്സിസ്റ്റ് ചെയ്യാ പറയാ? എക്സ്പെക്ടേഷൻ ഓഫ് തേർഡ് പാർട്ടീസ് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ബാങ്കിനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ ബാങ്ക് പറയാണ്, സാർ നിങ്ങൾക്ക് പ്രോഫിറ്റ് കുറവാണ് ലാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ കറണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രകാരം. അപ്പൊ ഇത്ര പ്രോഫിറ്റ് ഉള്ള കമ്പനികൾക്കാണ് ഞങ്ങളുടെ ബാങ്കിന്റെ പോളിസി പ്രകാരം ലോൺ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മാനേജ്മെന്റ് എന്ത് ചെയ്യാ, ബുക്സ് ഓഫ് അക്കൗണ്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് കൂട്ടിക്കാട്ടും. അപ്പോ അപ്പൊ ഈ സാഹചര്യങ്ങളിലൊക്കെ എക്സസീവ് പ്രഷർ മാനേജ്മെന്റിന് ഉണ്ടാവുന്ന പറയണത്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇത് വായിച്ച സിമ്പിൾ ആണ്. ഇനി അടുത്ത ഓപ്പർച്യൂണിറ്റി. ഒരു സിഗ്നിഫിക്കന്റ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഔട്ട്സൈഡ്. ഇപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ ഒരു കമ്പനി ആ എന്റെ ഒരു കമ്പനിക്ക് ഒരു സബ്സിഡിയറി കമ്പനി ഉണ്ട്. ആ സബ്സിഡിയറി കമ്പനിക്ക് എന്താണ് പ്രോഫിറ്റ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ എനിക്ക് ടാക്സ് എന്താണ് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ റിലേറ്റഡ് പാർട്ടി ആണല്ലോ ഇയാള്. ഞാന് ഭയങ്കര ഹൈ പ്രൈസിൽ സബ്സിഡിയറിക്ക് വിൽക്കുകയാണ്. ഹൈ പ്രൈസിൽ വിറ്റിട്ട് ഇവരുടെ എക്സ്പെൻസ് കൂട്ടുകയാണ്, എന്നിട്ട് ഇവരുടെ ലാഭം കുറയ്ക്കുകയാണ്. അപ്പൊ ടാക്സ് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നത്തിങ് ബട്ട് ഫ്രോഡ് ആണ് അത്. ഇപ്പൊ അവിടെ ഒരു റിലേറ്റഡ് പാർട്ടി, സിഗ്നിഫിക്കന്റ് റിലേറ്റഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് പാർട്ടി എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് അവിടെ ഫ്രോഡ്. അപ്പൊ ഇയാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ ഫ്രോഡ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഓരോ ഏരിയാസ് ആണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ അൺയൂഷ്വൽ ഓർ കോംപ്ലക്സ് ട്രാൻസാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാല് പർട്ടിക്കുലർ നിയർ ദ പീരീഡ് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എനിക്ക് ആകെ ലോക്കൽ
സെയിൽസ് മാത്രമേ ഉള്ളൂ എന്റെ കമ്പനിക്ക്. പക്ഷെ ഞാൻ എന്താണ് ഒരു ക്ലോസിംഗ് ഡേറ്റ് ആവണേന്റെ 2 ദിവസം മുന്നേ ഒരു ഇന്റർനാഷണൽ കസ്റ്റമർ ആയിട്ട് ഒരു എഗ്രിമെന്റ് ഏർപ്പെട്ടിട്ട് എന്താണ് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് നടത്തിയിട്ടുണ്ട്. എന്താ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും സാധാ സെയിൽസിനെ പോലെ അല്ല. ഷിപ്പിംഗ് ഇൻവോയ്സ്, ലൈക്ക് ഫോറിൻ കറൻസിയുടെ കളികൾ, അങ്ങനെ മൊത്തം കോംപ്ലക്സ് ആക്കാൻ ട്രാൻസാക്ഷൻ. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ചെറിയൊരു ഫ്രോഡ് നടത്തി. അപ്പൊ ഇത് കോംപ്ലക്സ് ആകുമ്പോൾ ലൈക്ക് ആ ഫ്രോഡ് ആരും ഡിറ്റക്ട് ചെയ്യില്ല എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ യൂസ് ഓഫ് ഇന്റർമീഡിയറീസ് വിത്ത് ക്ലിയർ ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് ചൈനയിൽ ഒരുപാട് സെയിൽ ഉണ്ട്, എനിക്ക് ഓൾറെഡി ഭയങ്കര ഡിമാൻഡ് ഉണ്ട്, പക്ഷെ ഞാൻ അവിടെ ഒരു മിഡിൽ മാൻ അപ്പോയിന്റ് ചെയ്യാണ്. എന്തിന് അവിടെ സെയിൽ അല്ലെങ്കിൽ സെയിൽ പിടിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഒക്കെ പോയിന്റ് മെയിൻ ആയിട്ട് നമ്മളൊരു പബ്ലിക് കമ്പനിയുടെ ആസ്പെക്റ്റിൽ വേണം ചിന്തിക്കാൻ. ഒരു പബ്ലിക് കമ്പനി, നിങ്ങൾക്ക് പബ്ലിക് കമ്പനി പറഞ്ഞാൽ എന്താ, ബേസിക്കലി പബ്ലിക്കിന്റെ മണി ഇൻവോൾവ് ചെയ്യുന്ന കമ്പനിയാണ് പബ്ലിക് കമ്പനി പറഞ്ഞാല്. ഇപ്പൊ അവിടെ മാനേജ് ചെയ്യുന്നത് ഞാനാണ് വിചാരിക്കുക. അപ്പൊ എനിക്കറിയാം പബ്ലിക്കിന് കുറെ പൈസ ഉണ്ട്, അപ്പൊ കുറച്ച് എനിക്ക് കൈയിട്ട് വരണം. നമ്മള് ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന ആൾക്കാർ കൈയിട്ട് വരാന്ന് പറയില്ലേ, അതുപോലെ മുഖ്യമന്ത്രി കൈയിട്ട് വാരിന്നല്ല, ഇതൊക്കെ നിയമത്തിന്റെ കളികളാണ്. ആ, അയക്കത് പറഞ്ഞപ്പോ പറഞ്ഞാണ്. അത് വേണ്ട, അത് പോട്ടെ, അത് വേറെ സബ്ജക്റ്റാ. അപ്പൊ പബ്ലിക് കമ്പനി, ഇപ്പൊ ഞാനൊരു പബ്ലിക് കമ്പനിയിലെ മാനേജ്മെന്റ് ആണ്. ഒബ്വിയസ്ലി അത് പബ്ലിക് കമ്പനിയിലെ എല്ലാ ഷെയർ മേടിക്കുന്ന എല്ലാവർക്കും വന്നിട്ട് ഒരുമിച്ച് പബ്ലിക് കമ്പനി നടത്താൻ പറ്റില്ല. മാനേജ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ആൾക്കാരുണ്ടാവും, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പൊ അവരെന്താ ചെയ്യണത്, പബ്ലിക് കമ്പനി ഒരുപാട് ഉള്ളതല്ലേ, അപ്പൊ ചൈനയിൽ കുറച്ച് സെയിൽ ഉണ്ട്, എന്തായാലും സെയിൽ ഉണ്ട്, പക്ഷെ അവിടെ ഒരു മിഡിൽ മാനെ വെക്കാണ്, എന്ത് സെയിൽ പിടിക്കണം എന്നുള്ള പേരിൽ. എന്നിട്ട് ആൾക്ക് കുറെ ഭയങ്കര സാലറി കൊടുക്കാണ്, ഹൈ എക്സ്പെൻസ് ആളുടെ മീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇത് ഇയാൾ അപ്പോയിന്റ് ചെയ്ത ബാക്കിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു ഓപ്പർച്യൂണിറ്റി തന്നെയല്ലേ, എന്ത് ഫ്രോഡ് നടത്താൻ വേണ്ടിയിട്ട്. അതാണ് യൂസ് ഓഫ് ബിസിനസ് ഇന്റർമീഡിയറീസ് വിത്തൗട്ട് ക്ലിയർ ജസ്റ്റിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടാക്സ് ഹെവൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ലൈക്ക് കേമൻ ഐലൻഡ് പോലത്തെ സ്ഥലത്തൊന്നും ടാക്സ് ഇല്ല, അതാണ് ടാക്സ് ഹെവൻ എന്ന് പറഞ്ഞാല്. അപ്പൊ അവിടെ കമ്പനിക്ക് ഒരു ബിസിനസ്സും ഇല്ല, പക്ഷെ അവിടെയാണ് ഫുള്ള് കസ്റ്റമേഴ്സ് ഫേക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ അവിടെ മെയിൻ ബാങ്ക് അക്കൗണ്ട് ഒക്കെ അവിടെ ചെന്ന് ഓപ്പൺ ചെയ്യുന്നു ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഫ്രോഡ് നടത്തണം. അപ്പൊ നത്തിങ് ബട്ട് അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അതാണ് ഇപ്പൊ ഇതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ടു കമ്മിറ്റ് ഫ്രോഡ്. ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ പറയണത്. എപ്പോഴാണ് ഒരു കമ്പനിയിൽ കോംപ്ലക്സ് ഓർ അൺസ്റ്റേബിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ളത് ഈ 3 പോയിന്റ് പോലെ ഇരിക്കും. അത് സിമ്പിൾ ആണ്, ഞാൻ പറയണില്ല. ഫാക്ട് ഇന്ത്യക്ക് ഡെഫിഷ്യൻസീസ് ഉണ്ട്, അത് സിമ്പിൾ ആണ്, ഞാൻ പറയണില്ല, വായിച്ചാൽ മതി നിങ്ങള്. ഇനി ആറ്റിറ്റ്യൂഡ് ആൻഡ് റാഷണലൈസേഷൻ. എപ്പോഴാണ് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ആ കമ്പനിയിലുള്ള ആൾക്കാര് ഒരു ഫ്രോഡ്, അതൊരു വലിയ ഫ്രോഡാണ്, ഇത് ഇത്ര വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഇത്ര വലിയ തെറ്റാണ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് എപ്പോഴാണ് ഒരു കമ്പനിക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ മാനേജ്മെന്റ് ഉണ്ടാവുക എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള പോയിന്റുകളാണ്, എക്സാമ്പിൾ ആണ് എന്ത്, മാനേജ്മെന്റ് ഡസ് നോട്ട് എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ഓർ എൻഫോഴ്സ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇപ്പൊ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യാൻ പോയി, അപ്പൊ എനിക്ക് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എന്ത് ഓഡിറ്ററാണ് ഞാൻ, മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലായി എന്ത്, അവര് കമ്പനിയിൽ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ എത്തിക്കൽ ബിഹേവിയർ വേണമെന്ന, കസ്റ്റമറോട് നല്ലപോലെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു ഗുണ്ടാ സെറ്റപ്പ് പോലെയാണ് അവിടുത്തെ എംപ്ലോയീസ് പറഞ്ഞു കഴിഞ്ഞാല്. നേരെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ കസ്റ്റമർ നല്ലപോലെ ട്രീറ്റ് ചെയ്യണം, അങ്ങനെയൊന്നും കമ്മ്യൂണിക്കേഷൻ നടത്താത്ത ഒരു ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ് ആ കമ്പനിയിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നല്ല ആറ്റിറ്റ്യൂഡ് അല്ല. ഇപ്പൊ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതൊക്കെ ഇത്ര വലിയ ഫ്രോഡാണ്, ആ ഒരു ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആണ് ഇവർക്ക്. അപ്പൊ അതുപോലത്തെ എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. നോൺ ഫിനാൻഷ്യൽ മാനേജേഴ്സ് ആർ ടു ഇൻവോൾവ് ഇൻ അക്കൗണ്ടിംഗ് ഡിസിഷൻ. ഫിനാൻഷ്യൽ മാനേജേഴ്സ് അല്ല അക്കൗണ്ടിംഗ് ഡിസിഷനിൽ ഇൻവോൾവ് ആവുന്നുണ്ട്, നോൺ ഫിനാൻഷ്യൽ മാനേജേഴ്സ് അല്ലല്ലോ. കമ്പനി ഓർ ഇറ്റ്സ് ലീഡേഴ്സ് ഹാവ് ഹിസ്റ്ററി ഓഫ് ബ്രേക്കിംഗ് ലോസ്, എന്ന് വെച്ചാൽ നിയമം ഒന്നും പാലിക്കാത്ത മാനേജ്മെന്റ് ആണ് അവിടുത്തെ. സ്റ്റോക്ക് പ്രൈസിലേക്ക് പ്രോഫിറ്റിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കാര്. അൺറിയലിസ്റ്റിക് പ്രോമിസസ് ടു അനലിസ്റ്റ് ഓർ ക്രെഡിറ്റേഴ്സ്, എന്ന് വെച്ചാൽ ക്രെഡിറ്ററിനോട് പറയണ, സാർ എനിക്ക് അടുത്ത പോലെ എന്തായാലും ഇത്ര സെയിൽ ഉണ്ടാവും, അപ്പൊ നിങ്ങൾ ഇത്ര കൂടി ഗുഡ്സ് എനിക്ക് തായോ, ലൈക്ക് എനിക്ക് എത്ര സെയിൽ എന്തായാലും ഉണ്ടാവും, അങ്ങനെ അൺറിയലിസ്റ്റിക് ഒക്കെയാണ്. ലൈക്ക് സിമ്പിൾ ആണ്. അങ്ങനെ ഇതിലിപ്പോ ഉണ്ടല്ലോ, അപ്പൊ ഒരു 10 പോയിന്റ് ഉണ്ടെങ്കിൽ എക്സാമിന് ഒരു 5 പോയിന്റ് ചോദിക്കുന്ന വെച്ചാല് ഒരു 6 5 പോയിന്റ് ഒക്കെ എഴുതിയാൽ മതി, അല്ലാതെ 10 പോയിന്റ് തന്നെ എഴുതണമെന്നൊന്നുമില്ല. എപ്പോഴാണ് നമ്മൾ കറണ്ട് ഓർ പ്രിൻസിപ്പൽ ഓഡിറ്ററിന്റെ റിലേഷൻഷിപ്പ് നല്ലതല്ല അല്ലെങ്കിൽ മോശം റിലേഷൻഷിപ്പ് ആണ് എപ്പോഴാന്ന് പറയാന്നുള്ളതിന്റെ 4 പോയിന്റ് ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് സാധനമാണ്. കാണുമ്പോ തന്നെ ഇത് കൊള്ളാല് ചോദ്യം അങ്ങനെ തോന്നില്ല, അങ്ങനത്തെ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇൻസെന്റീവ് പ്രഷർ റാഷണലൈസേഷൻ, ഇത് നമ്മള് ഫ്രോഡ്ലന്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിന്റെ ആസ്പെക്ട് എന്നാണ് ഇത്ര നേരം പറഞ്ഞത്. ഇനി നമുക്ക് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റിന്റെ ആസ്പെക്ട് എന്ന് പഠിക്കാം. എന്നാണ് ഫസ്റ്റത്തെ ഇൻസെന്റീവ് പ്രഷർ.
പേഴ്സണൽ ഫിനാൻഷ്യൽ പ്രഷർ എന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ ഒരുപാട് ദാരിദ്ര്യമാണ്. അല്ലെങ്കിൽ എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന സാലറി ഭയങ്കര കുറവാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ദാരിദ്ര്യമാണ്. അല്ലെങ്കിൽ എനിക്ക് അഡ്വേഴ്സ് റിലേഷൻഷിപ്പ് ആണ് മാനേജ്മെന്റായിട്ട്. ഇപ്പം CFO ആണ് ഞാൻ, എനിക്ക് ടോപ്പ് മാനേജ്മെന്റിനായിട്ട് ഭയങ്കര ബാഡ് റിലേഷൻഷിപ്പ് ആണ്. അല്ലെങ്കിൽ ഒരു ഇഷ്ടമല്ല ഇപ്പൊ എനിക്ക് അവര്, അല്ലെങ്കിൽ അവര് ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള ആൾക്കാരാണ് തോന്നുന്നത്. അപ്പൊ എന്തുകൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാവുക? ആന്റിസിപ്പേറ്റഡ് ലേ ഓഫ്. അവർ എപ്പോഴും ആൾക്കാരെ പിരിച്ചുവിടുകയാണ്. അടുത്ത മാസം നീ പോട്ടാ, അടുത്ത വർഷം മറ്റേ ആൾ പോകും. ഒബ്വിയസ്ലി എനിക്കും തോന്നും ആ നാളെ എന്നെയും പിരിച്ചുവിടാം. അപ്പോ എനിക്കൊരു ആറ്റിറ്റ്യൂഡ് വരും, എന്ത് ആ എന്താണ് ഇവര് എപ്പോഴാണെങ്കിലും പിരിച്ചിടാം, അപ്പൊ ഇവിടുന്ന് കിട്ടാവുന്ന പരമാവധി സാധനങ്ങൾ അടിച്ചു മാറ്റട്ടെ. ലൈക്ക് അങ്ങനെ ചേഞ്ചസ് ഇൻ കോമ്പൻസേഷൻ, സാലറി കുറക്കുക, അപ്പൊ അപ്പോഴും പ്രഷർ തന്നെയല്ലേ വരാ. അല്ലെങ്കിൽ ഭയങ്കര ഹൈ സെയിൽസ് മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നത് സിമ്പിൾ ആണ്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ ഞാൻ നേരത്തെ ടേബിളിന്റെ മേലെ പൈസ വെച്ച് പറഞ്ഞില്ല, ആ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ ഒരുപാട് പൈസ ടേബിളിന്റെ മേലെ വെക്കുകയാണ്, അപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാൻ ആൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്മോൾ ആൻഡ് ഇൻവെന്ററി ഈസിലി കൺവേർട്ടബിൾ. ഇപ്പൊ ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് ഒരു സ്വർണ്ണം അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ ലൈക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ അങ്ങനെ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ക്യാമറ ഒക്കെ അത്ര ഇപ്പൊ ലൈക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നമ്മളൊരു സാധാ ഷോപ്പിൽ ഇവിടെ ഒരു ക്യാമറ ഉണ്ടാവും, ഇവിടെ ഒരു ക്യാമറ ഉണ്ടാവും, ഇവിടെ ഒരു ക്യാമറ ഉണ്ടാവും. പക്ഷെ ഒരു ഗോൾഡ് ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആയിരിക്കും CCTV ക്യാമറ ഉണ്ടാവുക. കാരണം അവിടെ അത്രയും മൈന്യൂട്ട് സാധനങ്ങളാണ് കൊണ്ടുപോകാൻ ആൾക്കാർക്ക് എളുപ്പമാണ്. ഫ്രോഡ് കമ്മിറ്റ് ചെയ്യപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണെന്ന് അറിയുന്നതുകൊണ്ടാണ് എല്ലാ സ്വർണ്ണക്കടയിലും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ആസ്പെക്റ്റിൽ നിന്ന് ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവാന്നുള്ള സിമ്പിൾ ആണ്. പിന്നെ ഹൗ ദ ഇന്റർണൽ കൺട്രോൾ ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് അസറ്റ് മിസ്അപ്രോപ്രിയേഷൻ. അതിന്റെ എക്സാമ്പിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർണൽ കൺട്രോൾ, ഇത് ഒരു നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. എങ്ങനെയാണ് ഇന്റർണൽ കൺട്രോൾ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ് ഉള്ള അസറ്റ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂട്ടാൻ എങ്ങനെയാണ് ഇന്റർണൽ കൺട്രോൾ കാരണമാകുന്നുള്ള കാരണങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പൊ ലാക്ക് ഓഫ് ഫിസിക്കൽ സേഫ് ഗാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് CCTV ഒന്നുമില്ല, പ്രോപ്പർ CCTV അല്ലെങ്കിൽ പ്രോപ്പർ ലോക്കർ ഒന്നും ഇല്ലാതെ ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെന്ററി ഒക്കെ വെക്കണ്, അത് മിസ്അപ്രോപ്രിയേഷൻസ് നടത്താനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ പുവർ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ലാക്ക് ഓഫ് ഇൻഡിപെൻഡൻസ് ചെക്സ്. ഫോർ എക്സാമ്പിൾ ക്യാഷ് ഹാൻഡിൽ ചെയ്യണത് ഒരാള്, അത് ലോക്കറിൽ കൊണ്ട് വെക്കണതും സെയിം ആള്. അപ്പോ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ഇല്ല. അപ്പൊ ഇൻ കേസ് ക്യാഷ് ഹാൻഡിൽ ചെയ്യണ ഒരാള് ക്യാഷിന്റെ സ്റ്റോറേജ് അല്ലെങ്കിൽ ലോക്കർ ഹാൻഡിൽ ചെയ്യണ വേറെ ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രോഡ് നടക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ നടക്കാനുള്ള ചാൻസ് കുറയും. ലൈക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ ഡ്യൂട്ടീസ് എല്ലാ കേസിലും. അപ്പൊ ആ ഒരു ആസ്പെക്റ്റിൽ ഈ പോയിന്റിൽ വായിച്ചാൽ സിമ്പിൾ ആണ്. ലൈക്ക് ഞാൻ നിങ്ങളുടെ സമയം അധികം ഒരുപാട് കളയരുത് എന്ന എനിക്ക് ഇത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതെല്ലാം അങ്ങനെ വായിച്ചു പോവാത്തത്. കാരണം നിങ്ങൾക്ക് ഇത് ഒരുപാട് സമയം ഉണ്ടല്ലോ ഇത് തീരാന്, എനിക്ക് എക്സാമിന് ഇത്തിരി സമയമുള്ളല്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡ് വരാതിരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് വായിച്ചു പോകുന്നത്. ഞാൻ ആറ്റിറ്റ്യൂഡ് റാഷണലൈസേഷൻ ലൈക്ക് ഇതൊക്കെ എക്സാമ്പിളുകളാണ് പറയുന്നത്. ഇപ്പൊ ഒരു കമ്പനിയിൽ എന്താണ് മിസ്അപ്രോപ്രിയേഷൻ നടക്കാനുള്ള റിസ്ക് റെഡ്യൂസ് ചെയ്യാനുള്ള മെഷേഴ്സ് ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്ന സംഭവത്തെ കുറിച്ച് ഇഗ്നോർ ചെയ്യണം അവിടുത്തെ എംപ്ലോയീസ്. അതുപോലെ തന്നെ ഇന്റേണൽ കൺട്രോള് ഇഗ്നോർ ചെയ്യണ എന്ത് അസറ്റ് മിസ്അപ്രോപ്രിയേറ്റ് ആവാനുള്ള ചാൻസ് കുറക്കാനുള്ള ഇന്റർണൽ കൺട്രോൾ. ബിഹേവിയർ ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു ദേഷ്യമാണ് കമ്പനിക്ക്. ഇപ്പൊ എനിക്ക് കമ്പനിക്ക് കമ്പനിയോട് ദേഷ്യമാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഒരു തീ പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണത് നന്നായുള്ള അവരുടെ കമ്പനിക്ക് അങ്ങനെ തീ തന്നെ പിടിക്കണം, തീ പിടിച്ചാലേ പോരാ വല്ല ഉൽക്ക വന്ന് വീണ അങ്ങനെ ഞാൻ പറയില്ല. അപ്പൊ എന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് അവിടെ? ഇപ്പൊ ഒബ്വിയസ്ലി അവിടെ ഞാൻ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യണമെങ്കിലും എനിക്ക് മനസ്സിലാവുണ്ടല്ലോ, മനസ്സിലാവുകൊണ്ട് വിചാരിക്കുള്ളൂ. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ് ഈ സംഭവങ്ങള്. ആറ്റിറ്റ്യൂഡിന്റെ ചേഞ്ചസ് ഇൻ ബിഹേവിയർ, ലൈഫ് സ്റ്റൈൽ, അസറ്റ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള രീതിക്കുള്ള ചേഞ്ച്, ടോളറേറ്റിംഗ് പെറ്റി ലിഫ്റ്റ്. ഒരു കമ്പനിയിൽ എന്താ CFO ഒരു പെർട്ടിക്കുലർ എംപ്ലോയി ചെറിയ എമൗണ്ട് പെറ്റി നടത്തി. അപ്പൊ CFO പറയാണ് ആടാ കുഴപ്പമില്ലടാ, അത് മനുഷ്യന്മാരിലെ തെറ്റ് പറ്റും, കുഴപ്പമില്ല, നീ അടുത്ത പ്രാവശ്യം ചെയ്തിരുന്നാൽ മതി. അപ്പൊ ഇത് പുറത്ത് കൈയിട്ടിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പൊ ഒബ്വിയസ്ലി ചിലപ്പോ ബാക്കിയുള്ളവർക്കും ഇത് ഇവിടെ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, അത് ഞാൻ രണ്ടെണ്ണം അടിച്ചു മാറ്റിയേക്കാം, അത് ചിലപ്പോ ഒരു തോന്നല് വരും. അതാണ് ആറ്റിറ്റ്യൂഡ്. ലൈക്ക് ഇതൊക്കെ ഒരു എക്സാമ്പിൾ പറയാണ്. വൈ ഇവാലുവേഷൻ ഓഫ് ഫ്രോഡ് റിസ്ക് ഫാക്ടർ ബൈ ഓഡിറ്റർ ഇസ് നെസസറി. ഓഡിറ്റർ മസ്റ്റ്, ഇതും ഒരു നല്ല ക്വസ്റ്റ്യൻ ആട്ടാ. ഓഡിറ്റർ മസ്റ്റ് ഇവാലുവേറ്റ് ഫ്രോഡ് റിസ്ക് ഫാക്ടർ. ഏതാണ് ഫ്രോഡ് റിസ്ക് ഫാക്ടർ? ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ ഇൻസെന്റീവ് അല്ലെങ്കിൽ പ്രഷർ, ഓപ്പർച്യൂണിറ്റി, റാഷണലൈസേഷൻ, ആറ്റിറ്റ്യൂഡ്, ആ സംഭവങ്ങളാണ് പ്രഷർ അല്ല സോറി ഫാക്ടർ. വിച്ച് മേ ഇൻഡിക്കേറ്റ് റിസ്ക് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് ഈവൻ ഇഫ് ദേ ഡോണ്ട് കൺഫേം ഫ്രോഡ്. ഇപ്പൊ ഇതൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് അവിടെ ഒരു കമ്പനിയോട് ദേഷ്യമുള്ള ഒരാൾ അവിടെ വർക്ക് ചെയ്യുന്നത് കരുതിയിട്ട് അയാൾ എന്തായാലും ഫ്രോഡ് നടത്തിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഫ്രോഡ് നടത്താനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഡിറ്റക്ടിങ് ഫ്രോഡ് ഈസ് ഡിഫിക്കൽട്ട് ബിക്കോസ് ഇറ്റ് ഈസ് ഓഫൺ കൺസീൽഡ്. മൂടി വെക്കപ്പെട്ടിട്ടുണ്ടാവും ഒബ്വിയസ്ലി. സിഗ്നിഫിക്കൻസ് ഓഫ് ദീസ് ഫാക്ടർ വാരീസ്
ആൻഡ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ഈസ് നീഡഡ് ടു അസസ് ഫ്രോഡ് റിസ്ക് ഫാക്ടേഴ്സ് ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ ഒബ്വിയസ്ലി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ ഞാൻ എന്റെ കമ്പനിയിൽ ഞാൻ എന്താണ് അന്ന് കിട്ടിയ സെയിലിന്റെ എമൗണ്ട് ജസ്റ്റ് ടേബിളിന്റെ മേലെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചെടുക്കാണ്. അപ്പോൾ അവിടെ ഓപ്പർച്യൂണിറ്റി ടു കമ്മിറ്റ് ഫ്രോഡ് ഹൈ ആണ്. ഇന്ന് ഞാൻ ജസ്റ്റ് ഇത് വെലിപ്പിന്റെ ഉള്ളിൽ എന്റെ ഡ്രോവറിന്റെ ഉള്ളിൽ വെച്ചു, ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് കുറഞ്ഞു നമ്മൾ ടേബിളിൽ ഓപ്പൺ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ. എന്നാൽ ഈ ഡ്രോവർ ഞാൻ ലോക്ക് ചെയ്ത് വെക്കണം, അപ്പോൾ ഓപ്പർച്യൂണിറ്റി ടു കമ്മിറ്റ് ഫ്രോഡ് പിന്നെയും കുറഞ്ഞു. അപ്പോൾ ഇതിന്റെ സിഗ്നിഫിക്കൻസ് വാരി ചെയ്യും. ഇപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി എന്നുള്ള റിസ്ക് ഫാക്ടറിന്റെ സിഗ്നിഫിക്കൻസ് വാരി ചെയ്തില്ലേ, ടേബിളിന്റെ മുകളിൽ വെക്കുമ്പോൾ ഡ്രോവറിന്റെ ഉള്ളിൽ വെച്ചിട്ടും ഡ്രോവറിന്റെ ഉള്ളിൽ പൂട്ടി വെച്ചിട്ടുമുള്ള ചാൻസിൽ. അപ്പോൾ ഇത് വാരി ചെയ്യും. അപ്പോൾ ഇതിന്റെ ഇമ്പാക്ട് ഫിനാൻഷ്യൽ ജഡ്ജ്മെന്റിന്റെ എന്തോരാണ് എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് യൂസ് ചെയ്യണം എന്നാ പറയണത്. അപ്പൊ അത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പൊ കഴിഞ്ഞു ലൈക്ക് അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ടോപ്പിക് കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ എടുത്ത ക്ലാസ് കൊണ്ട് കോൺസെപ്റ്റ് വൈസ് മുന്നേ ഉള്ള നിങ്ങൾക്ക് എന്താണോ ഒരു കോൺസെപ്റ്റ് ഐഡിയ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വല്ല ഒരു വാലിഡേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്നെ അറിയിക്കണം. ലൈക്ക് അതെനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് നോട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റയിൽ ലേൺ വിത്ത് CA അസ്ലം എന്നുള്ള ഈ അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ഇൻസ്റ്റ ഇല്ല, എക്സാം ഒക്കെ ആയതുകൊണ്ട് പൂട്ടി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ വാട്സപ്പ് നമ്പർ തരുന്നത്. ലൈക്ക് നിങ്ങൾ വേറെ ആർക്കും കൊടുക്കില്ല എന്നറിയാം, എന്നാലും അല്ല കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ലൈക്ക് ഇതിലേക്ക് മെസ്സേജ് അയച്ചാലും മതി. അപ്പൊ ലൈക്ക് നിങ്ങളുടെ സജഷൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഭാവിയിൽ ലൈക്ക് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിലും ഒന്ന് രണ്ട് പേര് കുറച്ച് ടോപ്പിക് പറഞ്ഞിട്ടുണ്ട്, ഞാനത് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക് സജസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്റെ ക്ലാസ് നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഹെൽപ്ഫുൾ ആയി, മുന്നത്തെ കോൺസെപ്റ്റ് എങ്ങനെ വാല്യുവേഷൻ, മുന്നത്തെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ വാല്യുവേഷൻ ഉണ്ടായി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും, മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ, സി യു നെക്സ്റ്റ്.